ചില ഉത്തരവുകൾ മറയാക്കി സംസ്ഥാനത്ത് നടന്ന ചില മരം കൊള്ളകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. മരവുമായി ബന്ധപ്പെട്ട് ഇതാ വന്നിരിക്കുന്നു പുതിയൊരു ഉത്തരവ്. ചെറിയ മരമൊന്നുമല്ല, സംഭവം ചന്ദനമാണ്. സ്വന്തം വീട്ടുവളപ്പിലെ ചന്ദനം പോലും വിൽക്കാൻ കഴിയുമായിരുന്നില്ല ഇതുവരെ. നിയമപരമായ പല കടമ്പകളും മറികടന്ന് വേണമായിരുന്നു ചന്ദനമരം മുറിക്കാൻ. 2025 കേരള വനം ഭേദഗതി ബിൽ നിയമമായതോടെ കഥ മാറുകയാണ്. പുതിയ നിയമം നിലവിൽ വന്നിരിക്കുന്നു. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ച് വനം വകുപ്പ് മുഖേന വിൽപ്പന നടത്താൻ അനുവദിക്കുന്ന വ്യവസ്ഥയാണ് പ്രധാനമായും നിയമത്തിലുള്ളത്. ഇങ്ങനെ മരം മുറിച്ച് വിൽപ്പന നടത്തുന്ന ചന്ദനമരത്തിൻ്റെ വില ഭൂ ഉടമയ്ക്ക് ലഭിക്കും. സംസ്ഥാനത്ത് ചന്ദനകൃഷി നടത്തി കർഷകർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ചന്ദനമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ട്രീ ബാങ്കിംഗ് പദ്ധതി ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഭൂ ഉടമകൾക്ക് അവരുടെ ഭൂമിയിലുള്ള ചന്ദനമരം മുറിച്ച് വിൽപ്പന നടത്താൻ ഇതുവരെ അധികാരമുണ്ടായിരുന്നില്ല. സ്വന്തം ഭൂമിയിൽ നിന്ന് ചന്ദനമരം മോഷണം പോയാലും സ്ഥല ഉടമയ്ക്കെതിരെ കേസെടുക്കേണ്ടി വരും എന്നതായിരുന്നു അവസ്ഥ. ഉണങ്ങിയതും അപകടകരമായതുമായ ചന്ദനമരങ്ങളും സ്വന്തം ആവശ്യത്തിന് വീട് വയ്ക്കുന്ന സ്ഥലത്തുള്ള മരങ്ങളും മാത്രം ഒരു സമിതി പരിശോധിച്ച് ശുപാർശ ചെയ്താൽ മാത്രം അനുവാദം നൽകാം എന്നതായിരുന്നു മുൻ വ്യവസ്ഥ. കോടതിയിലെത്തുന്ന വന കുറ്റകൃത്യങ്ങൾ രാജിയാക്കാൻ നിലവിൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നില്ല. പുതിയ നിയമം നിലവിൽ വന്നതോടെ അത്തരം കുറ്റകൃത്യങ്ങൾ കോടതിയുടെ അനുവാദത്തോടെ രാജിയാക്കാൻ സാധിക്കും. പല നിസ്സാര കേസുകളും രാജിയാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്ന നിരവധി പരാതികളുണ്ടായിരുന്നു. കോടതിയിലെത്തുന്ന കേസുകൾ കോടതിയുടെ അനുമതിയോടെ ഫൈൻ അടച്ച് കേസ് അവസാനിപ്പിക്കുന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. ഇങ്ങനെ കുറ്റം രാജിയാകുമ്പോൾ ജയിൽ ശിക്ഷ ഒഴിവായി കിട്ടും. നിലവിൽ മറ്റ് ചില മരങ്ങളുടെ കൊള്ള നടത്തിയെന്ന കേസിൽ ഉൾപ്പെട്ടവർക്ക് നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ വലിയ കുറ്റങ്ങൾ ഇങ്ങനെ രാജിയാക്കാൻ പറ്റില്ല.